എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഒരു നല്ല എപ്പിസോഡാണ്. നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. മനുവും അലീനയും കൂടെ സംസാരിക്കുവാണ്. അലീന ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോരുന്നത് എന്ന് മനുവേട്ടൻ അറിയാമായിരുന്നല്ലേ, എന്നിട്ട് മനുവേട്ടൻ പോലും എനിക്കൊരു സൂചന തന്നില്ലല്ലോ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, എന്നോട് ആരും പറഞ്ഞതല്ല ഈ കാര്യങ്ങളൊന്നും, ഞാൻ കുറച്ച് കാര്യങ്ങൾ വെച്ച് അങ്കിളിനോട് ചോദിച്ചു, അങ്ങനെ മനസ്സിലാക്കിയതാണ്. പിന്നെ പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഇത് അലീന പോലും അറിയരുത് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഞാൻ അത് അനുസരിക്കേണ്ടേടി, അല്ലാതെ നിന്നോട് പറഞ്ഞാൽ ശരിയാകിയല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പം അലീന പറയുവാണ്, അച്ഛൻ ഒരു സൂചന പോലും തന്നില്ല. അവിടുന്ന് വന്നതിന് ശേഷം റോഡിൽ വണ്ടി നിർത്തി, എന്നിട്ടാണ് ഈ വിവരം പറയുന്നത്. ഞാനാണെങ്കിൽ ആകെ തരിച്ചുപോയി എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്കിളിനറിയാം എപ്പോഴാണ് കാര്യങ്ങൾ നിന്നെ അറിയിക്കേണ്ടത് എന്ന്, അതുകൊണ്ടാണ് ആ സമയത്ത് പറഞ്ഞത് എന്ന് പറയുമ്പം അലീന പിന്നെയും പറയുന്നുണ്ട്, എന്നാലും എന്നോട് അച്ഛൻ മറച്ചു വെച്ചു, ഒരു സൂചന പോലും തന്നില്ല മനുവേട്ട എന്ന് പിന്നെയും പറയുമ്പം മനു പറയുന്നുണ്ട്, അലീനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നീയും അങ്കിളും എല്ലാം ഒരു ഞാണിന്മേൽ കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും എല്ലാം കുളവാകും. നിനക്കറിയാലോ, സ്റ്റാൻലി ജോസഫ് എന്ന പേര് പോലും ഇവിടെയോ അതുപോലെ നെടുമ്പുരിക്കലോ ഒന്ന് പറയാൻ പോലും പറ്റില്ല. ആരും അത് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അത് നിനക്കറിയത്തില്ലേ, അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോട് ദേഷ്യമോ അല്ലെങ്കിൽ പരിഭവമോ ഒന്നുമില്ല, എങ്കിലും എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരിത്തിരി വിഷമം തോന്നി, അത്രേ ഉള്ളൂ എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, എന്നിട്ട് നിനക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട്, നിൻ്റെ പപ്പയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അങ്ങ് മനസ്സിലാകുന്നില്ല മനുവേട്ട, ഇവിടെ മൊത്തത്തിൽ ഒരു പട്ടാള ചിട്ടയാണ്. ആദ്യമായിട്ട് മകളെ കാണുമല്ലേ, ആ സമയത്ത് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടി കൈ നീട്ടി, ഞാൻ കൈ നീട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഗ്ലാഡ് ടു മീറ്റ് യു എന്നൂടെ പറഞ്ഞേനെ, അതുകൊണ്ട് ഞാൻ കൈ നീട്ടിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എൻ്റെ കൈ പൊങ്ങിയില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നീ ആകെ ഷോക്കായി പോയില്ല, അതുകൊണ്ടായിരിക്കുമെന്ന്. അന്നേരം അലീന പറയും, അതുകൊണ്ടല്ല മനുവേട്ട, ഈ ആളെ ഈ പപ്പയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നെ കാണാനായിട്ട് അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നെടുമ്പൊരിക്കൽ വന്നിട്ടുണ്ടെന്ന് പറയുവാണേ. അന്നേരം മനു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അത് ഞാൻ അറിഞ്ഞില്ല, അതെപ്പോഴാടി നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അലീന അതിന് ഞാനും അറിഞ്ഞില്ലെന്നേ, എന്നെ കാണാൻ വന്ന ആളാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല, അച്ഛൻ്റെ ഒരു ക്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പം എന്നെ തന്നെ കണ്ണും തുറിച്ചിങ്ങനെ നോക്കി നിന്നു കുറേ നേരം. അന്നേരം ഞാൻ ഓർത്തു, ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഒരു മകളെ ഇങ്ങനെ നോക്കാവോ, അത് മോശമല്ലേ എന്നൊക്കെ ഞാൻ ഓർത്തു, പക്ഷേ ഇതാ സത്യമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ മനുവേട്ട എന്ന് പറയും. അന്നേരം എന്നോട് മനു പിന്നെയും പറയുന്നുണ്ട്, എടി അതിൽ നീ പരിഭവം ഒന്നും വെക്കണ്ട, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, അങ്കിൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടേരെ എന്ന് ഒരാളും പറയേല, വേറെ വല്ലവരും ആണെങ്കിൽ പറഞ്ഞേനെ, പണ്ടത്തെ കാര്യവും കഥയും പറഞ്ഞുകൊണ്ട് ഈ അടിച്ചതിൻ്റെ അകത്ത് കയറിയേക്കരുത്, മോളും അമ്മയൊക്കെ ഈ പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആട്ടി ഇറക്കി വിട്ടേനെ. ഏതായാലും അദ്ദേഹം അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവിടെ വന്നില്ലേ, നിന്നെ കണ്ടില്ലേ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിന്നെ ഏറ്റെടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ, അത് ആ രീതിയിൽ നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അങ്ങനെയാണ്, നീ മനസ്സമാധാനത്തോടെ ഇരിക്കുക, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പം അലീന വിഷമത്തോടെ പിന്നെയും പറയുക, മനുവേട്ട ഞാൻ തനിച്ചുള്ളൂ കേട്ടോ, എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് ആകെ വിഷമോ പേടിയാ എന്നൊക്കെ പറയുമ്പം നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ ദൂരത്താണേലും നിൻ്റെ കൂടെ തന്നെയുണ്ട്, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, പേടിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അലീന പറയും, എനിക്കിപ്പോൾ ഇത്തിരി ഒരു സമാധാനമായി മനുവേട്ടനോട് സംസാരിച്ചപ്പം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഏതായാലും അത്രയേ ഉള്ളൂ, നീ പേടിക്കണ്ട കേട്ടോ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, കേട്ടോ ഈ വീട്ടിലുള്ളവരുടെ സ്വഭാവം എന്താണ്, ഞാൻ ഇവിടെ എന്തൊക്കെ മറച്ചു വെക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, എനിക്ക് എത്രയൊക്കെ സ്വാതന്ത്ര്യം കിട്ടും, ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഏതായാലും മുന്നോട്ട് പോട്ടെ അല്ലേ എന്നൊക്കെ പറയും. അത് മതി എന്ന് പറയും. എന്നിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടക്കാൻ തുടങ്ങുവാണ്. അന്നേരം അതിനു മുമ്പ് മനു പറയുന്നുണ്ട്, നിന്നോട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ മറന്നുപോയി, ആൻറ്റി നെടുമ്പുരിക്കൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന്. അന്നേരം അവിടെ എത്തിയിട്ടുണ്ടോ, ഏതായാലും നല്ല സമയം, അച്ഛൻ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ, എങ്ങനെയാണ് മനുവേട്ട കാര്യങ്ങളൊക്കെ ശരിയാകുമോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എനിക്ക് അത്രയ്ക്ക് അങ്ങ് വെടുപ്പായിട്ട് തോന്നുന്നില്ല കാര്യങ്ങളൊന്നും, ടെററാണ്, ഇനി അങ്കിള് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരിക്കാം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കാൻ തുടങ്ങുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്കിപ്പോൾ സമാധാനമായി, ഇനി ഫോം വെച്ചതിന് ശേഷം പിള്ളേരെ ഒന്ന് വിളിക്കണം, അവരോട് സംസാരിച്ച്
സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ സമാധാനമായിട്ട് ഫോം വെച്ചു, എന്നിട്ട് അവരെ വിളിക്കുക എന്ന് പറഞ്ഞ് മനു ഫോം വയ്ക്കുവാണ്. ഫോം വെച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് നേരം അലീന ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതിനുശേഷം രോഹിത്തിനെ വിളിക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് രോഹിത്ത് ഇരിക്കുന്നതാണ് നല്ല രസം. രോഹിത്ത് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഒരു അക്ഷമനായിട്ട് ഇരിക്കുന്നു. ഇടയ്ക്ക് ഫോണിൻ്റെ സ്ക്രീനിലൊന്ന് തൊട്ട് നോക്കുന്നു, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അലീനെ വിളിക്കുന്നതും കാത്തിരിക്കുന്ന ആട്ടോ ഫോണും വെച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലീനയുടെ കോള് ഫോണിലേക്ക് ചെല്ലുന്നത്. ചാടിയെടുക്കും. എന്നിട്ട് എന്നെടുക്കുമായിരുന്നടാ മോനെ അവിടെ എന്ന് ചോദിക്കുമ്പം ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ കോള് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം പിള്ളേരെന്തിയെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൃഷ്ണമോളും വരും. അലീന ചേച്ചിയാണോ? അലീന ചേച്ചി അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം കുഴപ്പമില്ല, ഇതൊരു വലിയ വീടെന്ന് പറയാൻ പറ്റില്ല, വലിയ ബംഗ്ലാവാ എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഫോൺ ചോദിക്കും. രോഹിത് ഫോൺ കൊടുക്കത്തില്ല. അന്നേരം ഞാൻ ഭവതി ചേച്ചി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ ഭവതിയെ വിളിക്കാൻ പോകും. അന്നേരം അലീന എടാ അവൾ കൊച്ചല്ലേ, അവളെ കൊടുക്കുന്ന പറയുമ്പോൾ പിന്നെ കൊച്ച് എൻ്റെ അത്രയുണ്ട്, ചേച്ചി അവിടുത്തെ കഥ പറ എന്ന് പറയും. അന്നത്തേക്കും ഭവതി അങ്ങോട്ട് വരുവേ. ഫോണിന് പിടുത്തം കൂടുക. അന്നേരം ഭവതി പറയുന്നുണ്ട് ഫോൺ തന്നില്ലെങ്കിൽ സ്പീക്കർ മോഡിൽ ഇടണം, ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ കേൾക്കണം എന്ന്. അന്നേരം അലീന പറയും എടാ നീ സ്പീക്കർ ഫോണിലിടുക, അവരോട് വഴക്കുണ്ടാക്കാതെ എന്ന് പറയും. അങ്ങനെ രോഹിത്ത് സ്പീക്കർ മോഡിലിടുവാണ്. എന്നിട്ട് അവരവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് ഇതൊരു വലിയ വീടാണ്, ബംഗ്ലാവാണ്, 8-10 റൂമുണ്ട്, വലിയ ഹാള്, അതുപോലെ ബാൽക്കണി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഭവത അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്, അലീന ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ പറ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു ഓണറുണ്ട്, പിന്നെ കുറേ പണിക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതാരാ എന്ന് വയ്ക്കും. അതാരാണ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അലീന ഒരു വലിയ പ്ലാന്ററാണ് എന്ന് പറയും. ഇവിടെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, എസ്റ്റേറ്റൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ചേച്ചി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറയുവേ. അന്നേരം സ്ത്രീകൾ ആരുമില്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കും. അന്നേരം സ്ത്രീകൾ ആരും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല, കുറേ പണിക്കാരും ആ പ്ലാന്ററും ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബബുത സ്ത്രീകൾ ആരും ഇല്ലാത്തടത്താണോ ചേച്ചീനെ കൊണ്ടുവിട്ടത്, ചേച്ചിക്ക് പേടിയാകുകയല്ലേ, ഈ കാര്യങ്ങളൊക്കെ അച്ഛനല്ലായിരുന്നു നോക്കേണ്ടത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊണ്ട് വിട്ടേക്കുന്നു, ചേച്ചിക്ക് പേടിയാകിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഓരോരുത്തരുമാർ മാറി. അന്നേരം അലീന പറയും അങ്ങനെയൊന്നും ഇല്ലെന്നേ, അച്ഛനല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടേക്കുന്നത്, അച്ഛൻ ഇവിടെയുള്ള ആൾക്കാരെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ കൊണ്ടുവിട്ടത്, അല്ലാതെ എന്നെ കൊണ്ടുവിടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് എന്ന്. അന്നേരം കുഴപ്പമില്ലടാ നമുക്ക് നോക്കാം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ, ഇനിയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാനുള്ള അവസരമൊക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പം ചേച്ചി ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുമൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം ഇല്ലടാ സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഫോം വയ്ക്കുവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് നൈറ്റും സ്വീറ്റ് ഡ്രീംസും ഒക്കെ പറഞ്ഞതിന് ശേഷം ഫോം വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തതാണ്. നേരം വെളുത്തിട്ടും വീട്ടിലുള്ള ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അലീന ഇവിടെ ജോലി ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ശീലിച്ചുകൊണ്ട് അലീന രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് വീടിൻ്റെ അതിലൂടെ പറമ്പിലൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തോടെ നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ വരുന്നത് കാണുന്നത്. അന്നേരം അവർ വരുന്നത് ഇതാരാ, സാബിനെ കാണാൻ വേണ്ടി ഇവിടുത്തെ കേണൽ സാറിനെ കാണാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കും അലീനയോട്. അന്നേരം അല്ല ഞാൻ ഇന്നലെ ഇവിടെ വന്നതാ എന്ന് പറയുമ്പം അയ്യോ പൗലൂസേടിന് പകരം വന്നാണോ എന്ന് ചോദിക്കും. അന്നേരം അല്ല പൗലൂസേടിന് പകരം വന്നൊന്നുമില്ല, ഞാൻ ഈ വീട്ടിലെ കുട്ടി തന്നെയാണ് എന്ന് പറയുവേ. അന്നേരം അതെങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ അവർ ചിന്തിച്ച് നിൽക്കുന്നതെങ്കിൽ അലീന അങ്ങോട്ട് ചോദിക്കും ചേച്ചി ഇവിടെ ജോലിക്ക് വരുന്നതാണോ എന്ന്. അന്നേരം അതെ ഞാനിവിടെ ജോലിക്ക് വരുന്നതാ, ഞാൻ രാവിലെ ഇവിടെ വന്ന എല്ലായിടം ഒന്ന് അടിച്ചു വാരി പാത്രമൊക്കെ കഴുകി തൂത്തൊക്കെ ഇട്ടിട്ട് പോകും, അത് എന്നും രാവിലെ വന്ന് ചെയ്യുന്നത് ഞാനാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും ഇവിടുത്തെ പൗലൂസേടിനെയും അതുപോലെ ആൻ്റപ്പച്ചേട്ടനെ ഒന്നും കണ്ടില്ല, ഞാൻ അവരെ അന്വേഷിച്ച് ഇറങ്ങിയതാ, അവരാരും എന്താ അടുക്കളയിലേക്കൊന്നും വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അവരൊക്കെ ഒരു 8 മണിയായിട്ട് എഴുന്നേറ്റ് വരുവുള്ളൂ, ഇവിടെ അതാണ് ചിട്ട, ആ സമയമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറയും. അന്നേരം അങ്ങനെയാണോ, എങ്കിൽ ചേച്ചി പോയി പണി ചെയ്തോ എന്ന് പറയുന്നു. അവർ തൂക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴും അലീന അതിലൂടെയൊക്കെ ഒന്ന് വട്ടം കറങ്ങി നടക്കുവാണേ. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അന്നേരം ഞാൻ സഹായിക്കണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട കുഞ്ഞിതേ തീർന്നു, ഇനി ഞാൻ പോകുവാണ്, പിന്നെ ഇവിടുന്ന് പോയിട്ട് എനിക്ക് വേറെ 3-4 വീട്ടിലൂടെ പോകണം എന്ന് പറയുമ്പം ചേച്ചി വേറെ വീട്ടിലും ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് അലീന ചോദിക്കും. അന്നേരം ഒരു വീട്ടിലെ ജോലി കൊണ്ടൊന്നും ആകില്ലെന്നേ, അതുകൊണ്ടാണ് 3-4 വീട്ടിൽ പോകുന്നത്, എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും. എന്നാൽ ചേച്ചി പൊയ്ക്കോ എന്ന് പറയുന്നു. എന്തെങ്കിലും ചായ എന്തെങ്കിലും ഇട്ട് തന്നോ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ട ഞാൻ ചായ കുടിച്ചിട്ടാണ് മോളെ വന്നേ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവർ വന്നപ്പോൾ ഇവരുടെ കയ്യിലൊരു ബാഗ് ഒരു ബിഷോപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നേ, അത് തിരിച്ചു കൊണ്ടുപോകുമ്പം എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ഇങ്ങനെ എങ്ങി വലിച്ച് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അന്നേരം അലീന കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവരുടെ പുറകെയിലും ചേച്ചി ഒന്ന് നിന്നേ എന്ന് പറയും. അന്നേരം എന്നാ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് എന്താ ചേച്ചി എന്ന് ചോദിക്കും. അന്നേരം അതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുന്നത് ഇടയ്ക്ക് പൗലൂസേട്ടൻ എനിക്ക് തരാറുണ്ട് അതാ എന്ന് പറയും. അന്നേരം അങ്ങനെ തരാറുണ്ടോ എങ്കിൽ ചേച്ചി ആ ബാഗ് ഒന്ന് കാണിച്ചേ എന്ന് പറയുവാണ്.
അങ്ങനെ ആ ബാഗ് തുറന്നു നോക്കുമ്പം അതിനകത്ത് പയറ്, പഞ്ചസാര, എണ്ണ, അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അലീന ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് ഇതൊക്കെയാണോ ചേച്ചിക്ക് തരാറുള്ളതെന്ന് ചോദിക്കുമ്പോൾ, ഇത്തിരി കഷ്ടപ്പാട് വരുമ്പോൾ പൗലോസേട്ടൻ തരാറുള്ളതാ കുഞ്ഞെ ഇത്, ഇടയ്ക്ക് ഞാനിങ്ങനെ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അതെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു വിടും. എന്നിട്ട് കുറച്ച് നേരോടെ അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എന്നിട്ട് നേരെ പൗലോസും ആൻ്റപ്പനും ഒക്കെ കിടന്നുറങ്ങുന്ന ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലുവാണ്. അവർ അടുത്തുള്ള ചെറിയൊരു ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് വാതിൽ മുട്ടി കഴിയുമ്പോഴേക്കും ആൻ്റപ്പച്ചേട്ടൻ എഴുന്നേറ്റ് വരും. അന്നേരം അലീന നിൽക്കുന്ന കാണുമ്പോൾ, അയ്യോ കുഞ്ഞാണോ, കുഞ്ഞിന് ചായ എന്തെങ്കിലും വേണമായിരുന്നോ, അതുകൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പൗലോസിനെ ഇപ്പോൾ വിളിക്കാൻ കേട്ടോ എന്ന് പറയും. അന്നേരം അലീന, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടുത്തെ ചിട്ടയും രീതികളൊന്നും എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളിനി എഴുന്നേക്കാൻ ലേറ്റ് ആകുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയും. അന്നേരം ആൻ്റപ്പൻ പറയും, അങ്ങനെയൊന്നും അല്ല കുഞ്ഞെ, ഇവിടെ 8 മണിയാകുമ്പോഴേ ഞങ്ങൾ എഴുന്നേക്കാറുള്ളൂ, മോൾക്ക് ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പൗലോസിനെ ഇപ്പോൾ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും പൗലോസ് എഴുന്നേറ്റ് വരും. പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആരാ ഇത്ര രാവിലെ ഇവിടെ വന്നിങ്ങനെ വാതിൽ തട്ടി ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വരുന്നു. അന്നേരം അലീനെ കാണുവാണേ. അന്നേരം അലീന ഇങ്ങനെ നോക്കുമ്പോൾ, എന്താ കുഞ്ഞ്, എന്തെങ്കിലും ചായ എന്തെങ്കിലും വേണമായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ഒരു മുഷ്കു സ്വഭാവമാണ് പൗലോസിന്. അന്നേരം അതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം നിങ്ങളെപ്പോഴാണ് ഇവിടെ എന്നും എഴുന്നേക്കുന്നത് ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഞങ്ങൾ 8 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കുള്ളൂ, കേണൽ സാബ് ആ സമയത്ത് എഴുന്നേക്കുള്ളൂ. അന്നേരം ഒരു 8 മണി 8:15 ആകുമ്പോൾ ഒരു കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10-10:30 ആകുമ്പോഴേ ഉള്ളൂ, അപ്പോൾ ആ സമയത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ചിട്ട എന്ന് പറയുമ്പം അലീന ചോദിക്കും, അതങ്ങനെ ശരിയാകിയല്ലോ, നമുക്ക് ആ ചിട്ടയൊന്ന് മാറ്റി പിടിച്ചാലോ, ഇനി രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് എല്ലാം ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചാലോ, അങ്ങനെ താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ശരിയാകിയല്ലോ എന്ന് പറയും. അന്നേരം ആൻ്റപ്പൻ, ഇതൊക്കെ കേണൽ സാബിൻ്റെ ചിട്ടകളാണ്, അത് ഞങ്ങളായിട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയും, അത് സാരമില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും പപ്പയോട് പറഞ്ഞ് മാറ്റിയെടുത്തോളാം, നമുക്ക് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പന് കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം പൗലോസിൻ്റെ മുഖം അങ്ങ് മങ്ങിയിരിക്കുവാണേ. അന്നേരം അലീന ചോദിക്കും, പൗലോസേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഞാൻ അടുക്കള കയറി എല്ലാം ഉണ്ടാക്കിക്കോളാം എന്ന് പറയും. അന്നേരം പൗലോസ്, അതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചില്ല എങ്കിൽ കേണൽ സാബിന് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയും. എന്നാൽ ഞാൻ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അലീന അങ്ങ് ഇറങ്ങാൻ തുടങ്ങുവാണ്. അതിനു മുമ്പ് പൗലോസ് പറയുന്നുണ്ട്, വർഷങ്ങളായിട്ടുള്ള ചിട്ട പെട്ടെന്നങ്ങ് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന്. അലീന ഒന്ന് ചിരിച്ചിട്ടങ്ങ് ഇറങ്ങും. അന്നേരം ഓരോന്ന് വന്ന് കയറിക്കോളും എന്ന് പറഞ്ഞിങ്ങനെ പിറുപിറുക്കുക. അന്നേരം അലീന തിരിച്ച് നിന്നിട്ട്, പൗലോസേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല, ഞാനൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അതാ കുഞ്ഞ് കേട്ടതെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പൗലോസേട്ടാ എന്ന് പറയും. അങ്ങനെ അലീന അങ്ങനെ പാവം കുട്ടിയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ഇനി പൗലോസിനെയൊക്കെ വര നിർത്തും. പൗലോസിന് ഇത്തിരി മുഷ്ക് കൂടുതലായതുകൊണ്ട് തന്നെ പൗലോസിനെ അവിടുന്ന് അലീന പറപ്പിക്കുകയും ചെയ്യും കേട്ടോ. അതിനി വരാനിരിക്കുന്ന കഥയാണ്. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വൈജയന്തി ഇങ്ങനെ കലിച്ച് നിൽക്കുവാണ്. അതിനൊക്കെ ദേഷ്യത്തിലാട്ടോ ബബിത. അപ്പം ബബിത ഇതിനെപ്പറ്റിയൊക്കെ കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സീനിയർ വൈജയന്തിയോട് വഴക്കുണ്ടാക്കാൻ തന്നെയാണോ ജൂനിയർ വൈജയന്തിയുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുന്ന ബബിതയെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വന്നു കഴിയുമ്പോൾ ബാലേന്ദ്രനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുവാണ് വൈജയന്തി. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഒരു സുപ്രഭാതത്തിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ വന്നിട്ട് നിങ്ങൾ എവിടെ പോയതായിരുന്നു, എന്താ താമസിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്നു. വൈജയന്തി അലമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി കൃഷ്ണമോൾ അതിനകത്ത് ഇടപെടുന്നുണ്ട്. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയതല്ലേ, ഭർത്താവും മക്കളും ഇവിടെ ഉണ്ടെന്ന് അന്നേരം അമ്മ ചിന്തിച്ചില്ലായിരുന്നല്ലോ, ഇവിടെ ഇപ്പം അച്ഛനായതുകൊണ്ടാണ് അമ്മ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയത്, അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ഗേറ്റിന് ഇപ്പുറം കയറ്റില്ലായിരുന്നു എന്ന് കൃഷ്ണമോൾ പറയുവാണ്. അത് ബാലേന്ദ്രൻ പറയേണ്ടതാണ്. ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുമല്ലോ, അതുകൊണ്ട് കൃഷ്ണമോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെട്ടതാണ്. അതുപോലെ ഇതിനിടയ്ക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്, പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാനല്ലോ പറയേണ്ടത് എന്നും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടി വരുന്നുണ്ട് കേട്ടോ വൈജയന്തിയുടെ മുഖത്ത്. പിന്നെ രേവതിക്കുട്ടിയെ വിളിച്ച് അലീന കാര്യങ്ങളൊക്കെ പറയുന്നു. അലീനയുടെ അച്ഛൻ്റെ വീട്ടിലാണ് എന്നറിയുമ്പോഴത്തേക്കും രേവതിക്കുട്ടിക്കും ഒരു ഞെട്ടൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയെ അറിയിക്കുന്നു. പിന്നെ ഇവിടെ അലീന ചെറിയ രീതിയിൽ ഭരണം തുടങ്ങി എന്നത് പൗലോസിനും അതുപോലെ അവിടുത്തെ ഡ്രൈവറായ ബൈജുവിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയും കുഴപ്പമില്ലാതെ ആൻ്റപ്പൻ ചേട്ടനെ ഉള്ളൂ കേട്ടോ. അപ്പം അവർ ഇവിടുന്ന് അലീനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഈ വിവരം സ്റ്റാൻലിയുടെ പപ്പയായ ഔതുകുട്ടിച്ചായനെ വിളിച്ച് പറയുന്നു. ഔതുകുട്ടിച്ചായൻ അത് കേൾക്കുന്നത് ദേഷ്യം വരുന്നു. ഈ നിമിഷം ഞാൻ അങ്ങോട്ട് വരുവാണ്, അവളെ അവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ള തീരുമാനത്തിൽ ഔതുകുട്ടിച്ചായൻ അവിടുന്ന് പോരുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.